നോർമൽ ഡ്രോയിങ്ങിന് എങ്ങനെ ഒരു 3D ഇല്യൂഷൻ കൊടുക്കാൻ നോക്കിയാലോ? അതിന് ഞാൻ ആദ്യം ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് വരയ്ക്കാൻ തുടങ്ങിയത്. പക്ഷേ ഞാൻ സത്യത്തിൽ പറഞ്ഞ ഹേർട്ട് വരയ്ക്കാൻ മറന്നുപോയി. സോ ഞാൻ പോയിട്ട് ഹേർട്ട് വരച്ചു. ഹേർട്ട് വരച്ചതിന് ശേഷം ഞാൻ ആ ഹൊറിസോണ്ടൽ ലൈൻസ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് ഹാർട്ടിന്റെ ഉള്ളിലേക്ക് വരയ്ക്കാനായിട്ട് പാടില്ല. ബിക്കോസ് നമ്മൾ ഹാർട്ടിന്റെ ഉള്ളിൽ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനും വേർട്ടിക്കൽ ആയിട്ടുള്ള ലൈനും കുറച്ച് കേർവ് ആയിട്ടാണ് വരയ്ക്കുക. കാരണം കേർവ് ആയിട്ട് വരയ്ക്കുമ്പോൾ മാത്രമേ അതിന് ആ ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു 3D എഫക്റ്റ് കിട്ടുള്ളൂ. ആ ഒരു ഹേർട്ട് ഇങ്ങനെ ബൾജ് ചെയ്ത് പോലെ നിൽക്കുന്ന പോലെ തോന്നുള്ളൂ. സോ നമ്മൾ അങ്ങനെ വരയ്ക്കുക. അതിനുശേഷം നമ്മളൊരു ചെക്ക് ബോർഡ് ഗ്രിഡ് എന്നാണ് ഇതിന് പറയുക, ഈ ഒരു കളറിങ് രീതിക്ക്. അങ്ങനെ ബ്ലാക്ക് നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് എന്നല്ല, ഈ ഗ്രിഡ് പോലെ കൊടുക്കുക. അതിനുശേഷം പുറത്തത്തെ ഔട്ടർ പോർഷൻ ഗ്രിഡ്സ് ഞാൻ പെയിന്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്കെച്ച് പെൻ യൂസ് ചെയ്യാമെന്ന് കരുതിയത്. പക്ഷേ സ്കെച്ച് പെന്നിന് ആ ഒരു ഫിനിഷും കാര്യങ്ങളൊന്നും ഇല്ല. സോ ഞാൻ CD മാർക്കർ തന്നെ യൂസ് ചെയ്തു. CD മാർക്കർ ആവുമ്പോൾ ആ ഒരു സോളിഡ് ബ്ലാക്ക് കളർ കിട്ടും. അതാണ് ഇതിന് വേണ്ടത്. സോ ഞാൻ അത് തന്നെ എടുത്തു. പക്ഷെ ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് കാണാൻ നല്ല സാറ്റിസ്ഫൈങ് അല്ല, ഇത് ചെയ്യാൻ അതിലും സാറ്റിസ്ഫൈങ് ആണ്. നിങ്ങൾ ബോറടിച്ച് നിൽക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ആർട്ടാണ് കേട്ടോ ഇത്. ഇത് കുറേ നേരം എടുത്തപ്പോൾ ഞാൻ കുറച്ച് കാർട്ടൂണൊക്കെ കണ്ടിട്ടാണ് ഇരുന്നത് ഫിനിഷ് ചെയ്തത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഒരു വട്ടെങ്കിലും ചെയ്ത് നോക്കണം. നല്ല രസമുള്ള ഒരു ആർട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.